കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തതുപോലെ തന്നെ ഇന്നുവരെ നമ്മെ ഒറ്റയ്ക്ക് വിടാതെ കൂടെ ഇരുന്ന് കരം പിടിച്ച് ആവശ്യ സമയങ്ങളിൽ തോളിലേറ്റി ഇവിടം വരെ കൊണ്ടുവന്ന നല്ല എബനേസറിന് നന്ദിയോടെ ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഇരുന്ന് രാവും പകലും തൻ്റെ സാന്നിധ്യം നമുക്ക് തന്ന് നമ്മെ അനുദിനവും വഴി നടത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. നമ്മുടെ ആയുഷ്പര്യന്തം വഴി നടത്തുവാൻ ഈ ദൈവം മതിയായവനും ആകൊണ്ട് അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരോടൊപ്പമുള്ള കൂട്ടായ്മ, അവരുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അനുഗ്രഹകരമാണല്ലോ. സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സമയത്തിൻ്റെ അവസ്ഥകളിൽ നിന്നുമൊക്കെ നമുക്കൊരുമിച്ച് കൂടുവാൻ ഇങ്ങനെ അവസരവും മനസ്സും ഒക്കെ ദൈവം നൽകിയതിനായിട്ട് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. പൗലോസ് പറയുന്നത് പോലെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു. ഏറെ വാഞ്ചയോടെ, അധികം പ്രത്യാശയോടെ, ആ പ്രത്യാശ നമ്മെ സാങ്ക്ടിഫൈങ് ഹോപ്പ്, വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെയാണല്ലോ യോഹന്നാൻ പറയുന്നത്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് 19 നമ്മൾ കാണുന്നു, കുഞ്ഞാടിൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. നമുക്കും ആ കാന്തയുടെ കൂട്ടത്തിൽ പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മുമ്പും ഓർപ്പിച്ചിട്ടുള്ളതുപോലെ, when the saints go marching on, when the saints go marching on, Lord, I want to be among the number when the saints go marching on. പരിശുദ്ധ സംഘത്തിൽ നാഥ, ഞാനും കാണപ്പെടുവാനായി മോദാൽ വാഞ്ചിക്കുന്നെന്നും ഭക്തന്മാരോട് ചേർന്ന് പാടുവാൻ, പറയുവാൻ നമുക്കൊക്കെ ദൈവം കൃപ തരട്ടെ. സ്തോത്രം. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. ഒന്നും കൂടെ 3-ാം അധ്യായം 1-ാം വാക്യം എബ്രായ ലേഖനത്തിൽ നിന്നും വായിക്കാം. Therefore, holy brothers, who share in the heavenly calling, fix your thoughts on Jesus, the apostle and high priest whom we confess. സ്തോത്രം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപ്രഭാവത്തെപ്പറ്റി ഈ ഭാഗങ്ങളിൽ കാണുമ്പോൾ തന്നെ നമ്മെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലിനാണ് നമ്മൾ ഇതുവരെ എഴുതിയിരിക്കുന്ന ക്രമമനുസരിച്ച് സ്ഥാനം നൽകി ധ്യാനിച്ചു വന്നത്. 3 കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ ഭാഗത്തു നിന്നും നമ്മളെപ്പറ്റിയുള്ള പരിചയപ്പെടുത്തലായിട്ട് കാണുന്നത്. വിശുദ്ധന്മാർ, സഹോദരങ്ങൾ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ടുള്ളത്.
ഇന്നലെയും ഒടുവിൽ നാം അതേപ്പറ്റിയാണ് ചിന്തിച്ചു വന്നത്. ഇവിടെ സ്വർഗീയ വിളി എന്ന് പറയുന്ന ആ വിളിക്ക് മറ്റ് ഇടങ്ങളിൽ കാണുന്ന വിളിപ്പേര് നമ്മൾ നോക്കുകയായിരുന്നു. We were considering other names for this calling by God. God's calling. ദൈവത്തിൻ്റെ ഈ വിളിയുടെ വിവിധ പേരുകളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. അതേപ്പറ്റി വിശദീകരിച്ചു പോകാൻ ഇനിയും ഒത്തിരിയുണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇർറിവേഴ്സിബിൾ കോൾ. ദൈവം തൻ്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അനുതപിക്കുന്നില്ല എന്ന ഭാഗമായിരുന്നു. സ്തോത്രം. സുവിശേഷ വേലക്കാരൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞാനത് ബൈബിൾ സ്കൂളുകളിലും അവസരം കിട്ടുന്ന ശുശ്രൂഷാ വേദികളിലുമൊക്കെ പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരുടെ ഇടയിൽ പറയാറുണ്ട്. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, കോളിംഗ് ഓർ കമ്മിറ്റ്മെൻറ്റ്? വിളിയാണോ അതോ സമർപ്പണമാണോ പ്രാധാന്യമർഹിക്കുന്നത്? സ്തോത്രം. ഭിന്നാഭിപ്രായങ്ങൾ കാണും, എന്നാലും ഒന്ന് പറഞ്ഞാൽ സന്തോഷം. Call or commitment more important? Commitment. എന്നെ ഏതായാലും പരിശുദ്ധാത്മാവ് അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്. വിളി ഇർറിവോക്കബിൾ എന്നതുകൊണ്ട് വേറെ ഒരർത്ഥവും കൂടെ നമുക്ക് ചിന്തിക്കാം. ചിലരതിനെക്കുറിച്ച് പറയാറുണ്ട്, God's calling is irresistible. ദൈവം നമ്മെ വിളിച്ചാൽ നമുക്ക് ഒക്കത്തില്ലെന്ന് പറയാൻ സാധിക്കത്തില്ല എന്ന ഒരു പഠിപ്പിലുണ്ട്. അതിന് ചില ഉദാഹരണങ്ങളും എടുത്തു കാണിക്കും. മോശയുടേതും യോനായുടേതും പൗലോസിൻ്റെതുമൊക്കെ ഉൾപ്പെടെ. മോശ ആവോളം പറഞ്ഞു, ഏറ്റവും ഒടുവിൽ പറഞ്ഞു, വേറെ ആരെങ്കിലും നോക്ക് ദൈവമേ. ആദ്യമൊക്കെ ഒഴിയഴിവാ പറഞ്ഞ്, തടിച്ച നാവ, അങ്ങനെ ഇങ്ങനെ എക്സ്ക്യൂസസ് ഒന്നും വില പോകുന്നില്ല എന്ന് വന്നപ്പോൾ പിന്നെ മോശ നേരിട്ടങ്ങ് പറഞ്ഞു, വേറെ ആരെങ്കിലും നോക്കാൻ, വേറെ ആരെങ്കിലും അയക്കുക കർത്താവേ. ദൈവം അവനോട് കോപിച്ചു. ദൈവം അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അത് വെച്ചാണ് പറയുന്നത്, ഗോഡ്സ് കോൾ ഈസ് ഇറസിസ്റ്റബിൾ. ഇഫ് ഗോഡ് കോൾസ് എ പേഴ്സൺ, ഹി കനോട്ട് സേ നോ. പക്ഷെ എല്ലാ കേസിലും അങ്ങനെയല്ല. സ്തോത്രം. അതൊരു പൊതു തത്വമല്ല. ഒരു പൊതു തത്വമാണെന്നുവെന്നാലും അതേപ്പറ്റിയാണ് ഒരു കാര്യം പറയണമെന്ന് എനിക്കൊരാഗ്രഹം. മറ്റൊരു ഉദാഹരണം യോന. ഇറസിസ്റ്റബിൾ എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം യോനയാണ്. ദൈവത്തിൻ്റെ വിളിയെ നിരസിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിക്കാൻ സാധ്യമല്ല. ദൈവം വിളിച്ച പോയേ പറ്റൂ. ദൈവം വിളിച്ചത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെ, അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് യോനായെ. മോശയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മോശ യോനയുടെ അത്രയൊന്നും മത്സരിച്ചില്ല, വിഘടിച്ചില്ല. യോനയുടെ എന്തൊരു പരിപാടിയായിരുന്നു. ദൈവം നേരിട്ട് പറഞ്ഞിട്ടും നേരെ വിപരീത ദിശയിലേക്കൊരു യാത്ര. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴോ ഭയങ്കര സാക്ഷ്യം. കരയും കടലും നിർമ്മിച്ച യഹോവയായ ദൈവത്തെ ഭജിച്ചു വരുന്നു ഞാൻ
എന്തൊരു പ്രസംഗം! മൂന്നാമത്തെ ഘടകം, ചീട്ട് വീണത് നിനക്കാ, നിന്നെ കടലിലെറിയാൻ പോവാ. ഒരു കൂസലും ഇല്ല, എടുത്തെറിഞ്ഞോളാൻ. എറിഞ്ഞവർക്ക് പേടിയായി. അവർ ഗത്യന്തരം ഇല്ലാതെ അവൻ എടുത്തിട്ടതാ. എന്ന് വെച്ചാൽ ഞാൻ ചത്താലും വേണ്ടില്ല, ദൈവത്തെ അനുസരിക്കത്തില്ലെന്ന്. എന്നാ പിന്നെ ദൈവം വിചാരിച്ചു, നിന്നെ കൊണ്ട് ഞാൻ വിളിച്ച വേല ചെയ്യിച്ചേ ഞാൻ അടങ്ങും. നോക്കാം ആരാ ജയിക്കുന്നേന്ന്. ദൈവത്തോടല്ലേ മസിൽ പിടിക്കാൻ പോന്നേ? ശരിയാ, ദൈവത്തിന്റെ വിളിയെ നിരസിക്കാൻ, നോ പറയാൻ യോനയ്ക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ പ്രായോഗികമായി അവനെ കൊണ്ട് ദൈവം അത് ചെയ്യിച്ചു. അത് വെച്ചാണ് ഗാഡ്സ് കോളിംഗ് ഈസ് ഇറസിസ്റ്റിബിൾ എന്ന് പറയുന്നത്. പൗലോസിന്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ ദൈവത്തിന്റെ വിളിയെ നമുക്ക് തിരസ്കരിക്കാൻ സാധിക്കത്തില്ല എന്ന് വരുമ്പോഴും നമ്മൾ രക്ഷപ്പെടണമെന്നോ രക്ഷിക്കപ്പെടണമെന്നോ പെടുമെന്നോ അതിൽ നിർബന്ധമില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. യെസ്, മോസസ് കുഡ് നോട്ട് റെസിസ്റ്റ് the call of God, but he yielded finally to God, and therefore God accomplished the purpose for which he was called, and that was beneficial for Moses too. So in the case of Paul the apostle, but that was not the case with Jonah. God accomplished his purpose through Jonah, proving that you cannot escape my boundaries, my plans. But yet, Jonah was not saved from the condemnation. There is no name of Jonah in the faith warriors or the heroes of the faith list. മോശ ദൈവത്തോട് മറുത്തു, പക്ഷേ മോശയെ കൊണ്ട് ദൈവം അവനെ വിളിച്ച വേല ചെയ്യിച്ചു. അങ്ങനെ തന്നെ യോനായെ കൊണ്ടും പൗലോസിനെ കൊണ്ടും ഒക്കെ. പക്ഷേ മോശയോ പൗലോസോ എല്ലാം ദൈവത്തിന് വിധേയപ്പെട്ടു. ആദ്യം അവര് ചെറുത്തു നിന്നെങ്കിലും പിന്നീട് അവര് ദൈവത്തിന് കീഴ്പ്പെട്ടു. ദൈവത്തിന് വിധേയപ്പെട്ടവരെ കൊണ്ട് ദൈവം അവരെ വിളിച്ച വേല ചെയ്യിച്ചു. അതുകൊണ്ട് വേലയും നടന്നു, വേല ചെയ്തവരും രക്ഷിക്കപ്പെട്ടു. പക്ഷെ യോനായുടെ വിഷയത്തിൽ അങ്ങനെ സംഭവിച്ചില്ല. യോനായെ ദൈവം നിർബന്ധിച്ച് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ദൈവം അവനെ വിളിച്ച വേല ചെയ്യിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവൻ ദൈവത്തിന് വിധേയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവനെ വിളിച്ച വേല ചെയ്തു, എങ്കിലും നിത്യത
അവന് നഷ്ടപ്പെട്ടതായിട്ടാണ് തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വിളി നമുക്ക് പ്രതിരോധിപ്പാൻ നമുക്ക് ഒക്കത്തില്ലെന്ന് പറയാൻ സാധിക്കാത്തതാണ് എന്ന് വന്നാലും നമ്മുടെ സമർപ്പണം കൂടാതെ നമുക്ക് ആ വിളി കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. അതാണ് ഈ പറഞ്ഞു വന്നത്. സ്തോത്രം. ദൈവം ദൈവമല്ലേ. സാത്താനെ കൊണ്ടുപോലും ദൈവം തൻ്റെ ലക്ഷ്യങ്ങൾ നിവർത്തിക്കുന്നവനാണ്. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞ ഉദാഹരണം ഓർമ്മ കാണുമല്ലോ. ഒരു നിരീശ്വരവാദി പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചിക്ക് ആഹാര സാധനങ്ങൾ കൊടുത്തു വിട്ടത്. ആരാ തന്നുവിട്ടെന്ന് നിങ്ങളോട് ആ വല്യമ്മ ചോദിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവത്തോടാണെങ്കിലും ഈ സാധനമെല്ലാം തന്നുവിട്ടത് പിശാചാണെന്ന് പറഞ്ഞേക്കണം എന്നും പറഞ്ഞ ജോലിക്കാരെ വിട്ടത്. പക്ഷേ അമ്മച്ചി ചോദ്യമൊന്നും ചോദിച്ചില്ല. ആരാ തന്നതെന്നൊന്നും അമ്മച്ചിക്ക് അറിയണ്ട. അമ്മച്ചി ചോദിക്കാഞ്ഞതുകൊണ്ട് ഇവർക്കൊട്ട് പറയാനും വയ്യ. പറയാതെ തിരിച്ചു ചെന്നാൽ സാറ് വഴക്ക് പറയും. ചിലപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്നിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ ചോദിച്ചു, അമ്മച്ചി അറിയണ്ടായോ ഇതാരാ തന്നുവിട്ടതെന്ന്? അമ്മച്ചിയുടെ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിനിപ്പോ എന്താ കുഞ്ഞെ, ആര് തന്നെന്ന് എന്തോ ചോദിക്കാനാ? ദൈവം കൽപ്പിച്ചാൽ സാത്താൻ പോലും അനുസരിക്കും. ഇത്രേ ഉള്ളൂ സംഭവം. സാത്താൻ പോലും ദൈവം പറഞ്ഞാൽ അനുസരിക്കും. സാത്താനെ കൊണ്ട് പോലും ദൈവം തൻ്റെ ഉദ്ദേശം നിവർത്തിക്കും. അതിന് നമുക്ക് കോളറ് പിടിക്കാനങ്ങ് ഒന്നുമില്ല. സ്തോത്രം. നല്ല ചോദ്യം. യോനായിക്ക് നിത്യത നഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യോനായുടെ പുസ്തകം തന്നെ നമുക്കതിന് അടയാളമാണ്. യോനായും ദൈവവുമായിട്ടുള്ള സംഭാഷണം, the conversation between God and Jonah. In the Bible, there are only two persons I have come across who rebelled against God at his face. ദൈവത്തോട് നേരിട്ട് മറുതലിച്ച, തറുതല പറഞ്ഞ, ദേഷ്യപ്പെട്ട രണ്ടു പേരെ മാത്രമേ എനിക്ക് ബൈബിളിൽ എന്നെ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ആള് കയീന്. അതുകൊണ്ട് ദൈവം അവനെ ആട്ടിപ്പുറത്താക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാ. രണ്ടാമത്തെ ആളാണ് യോന. ദൈവത്തോട് മറുത്ത് പറഞ്ഞ്, ദൈവത്തോട് മത്സരിച്ച്, കോപിച്ച്, തറുതല പറഞ്ഞ്, ഒരു വിധത്തിലും ദൈവത്തിന് കീഴ്പ്പെടാതെ ഇരുന്ന ഒരു മനുഷ്യനായി തിരുവെഴുത്ത് നമ്മെ പരിചയപ്പെടുത്തുകയാണ് യോനയെ. അതുകൂടാതെയാണ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ തൻ്റെ പേര് ഇല്ലാതെ വന്നു എന്നുള്ളതും. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം അവനോട് പറയുന്നത്, നിനക്ക്
ഒരു മുടക്കുമുതലില്ലാത്ത ഒരു ആവണക്കിനെ കുറിച്ച് ഇത്രയ്ക്കും ചിന്താഭാരം ഉണ്ടെങ്കിൽ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത 1,20,000 പേരെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടതല്ലെന്ന സ്തോത്രം. അയ്യോ ഭാവം, പാവം, ദയ, മനസ്സലിവ് തോന്നിക്കൂടെ എന്ന സ്തോത്രം. മറ്റൊരു ചോദ്യം വന്നത്, യോന മാനസാന്തരപ്പെട്ടില്ല എന്നതിന് വല്ല തെളിവുമുണ്ടോന്ന്. മാനസാന്തരപ്പെട്ടില്ല എന്നതിന് തെളിവാണ് മാനസാന്തരപ്പെട്ടു എന്ന തെളിവില്ലാതിരിക്കുന്നത്. മാനസാന്തരപ്പെട്ടു എന്നെവിടെങ്കിലും തെളിവുണ്ടോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ മത്സരിച്ച് ദൈവത്തോട് തറുതലയൊക്കെ പറഞ്ഞ് അങ്ങ് പിരിഞ്ഞതായിട്ടേ ഉള്ളൂ. 4:4 ഒന്ന് നോക്കിക്കാട്ടെ. 4:4 ജോന. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അടുത്ത് വായിച്ചോ. അനന്തരം യോന നഗരം വിട്ടുചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴെ തണലിൽ പാർത്തു. ഇനിയും അതിന്റെ അങ്ങനെ ഉണ്ട്. മുമ്പോട്ട് 9-ാമത്തെ വാക്യം. ദൈവം യോനയോട്, നീ ആവണക്കു നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഒരു ഭാര്യ ഭർത്താവിനോട്, നല്ല വീട്ടിലൊരു ഭാര്യ ഭർത്താവിനോട് പറയാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരുങ്ങാത്ത ഒരു സംഗതി ഇത്. ഒരു നല്ല ഭാര്യ എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് പോലും പറയാൻ മടിക്കുന്ന ഒരു സംഗതി. യോനയുടെ കൂട്ടങ്ങാനും തറുതല പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടുണം കേട്ടോ. ഭർത്താവിനോടായാലും മക്കൾ അമ്മയപ്പന്മാരോടായാലും ഒക്കെ അത് പാപമാണ്, യോനയുടെ ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കോണം. ഒഴികഴിവുകൾ പലതും പറയാൻ കാണും. യോന പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോഴോ മരണപര്യന്തം ഞാൻ ചാകുന്നത് വരെ ദൈവത്തോട്. വേറെ ആരോടാ ദേഷ്യപ്പെടുന്നേ? നമ്മുടെ ഒരു ഭാഷയാ, ഞാൻ ദൈവത്തോടൊന്നും അല്ല ദേഷ്യപ്പെട്ടെ, പിന്നെ ആരോടാ? ദേഷ്യപ്പെട്ടിട്ട് ഭാര്യ പാത്രമൊക്കെ എടുത്ത് നിലത്തടി ഇടുമ്പോ, കഥകൊക്കെ വലിച്ചടയ്ക്കുമ്പോ, ഫ്രിഡ്ജിന്റെ ഒക്കെ വാതിൽ ചിലപ്പോൾ അടയ്ക്കുന്ന അടപ്പ് കണ്ടാൽ ഇപ്പോഴേ അതിന്റെ കൊളുത്തൂരിപ്പോകുമെന്ന് തോന്നിപ്പോ. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഭർത്താവ്, എന്താടി എന്നോടുള്ള ദേഷ്യം നീ തീർക്കുകയാണോ? ഞാൻ നിങ്ങളോട് വല്ലതും ദേഷ്യപ്പെട്ടോ? ശരിയാ, ഭർത്താവിനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഭർത്താവിനോടുള്ളതാ ഇവിടെ ഇപ്പൊ തീർക്കുന്ന. പാത്രത്തോടും ഫ്രിഡ്ജിനോടും കതകിനോടും, ചിലപ്പം പിള്ളാരെ പിടിച്ചടിച്ചു കളയും. ഈ പിള്ളാരെ അടിച്ചില്ലെങ്കിൽ ഈ കോഴിയെയും പശുവിനെയും ആടിനെയും വരെ പിടിച്ച് ഭർത്താവിന് പകരം തല്ലുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടിയെ കെട്ടിയിട്ട പട്ടിയെ തല്ലുന്ന തല്ല് കാണണം, ഭർത്താവിനെ തല്ലുന്നത് പോലെ ആ ദേഷ്യം തീർക്കുക. എനിക്ക് തത്വം അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ തത്വം പഠിച്ചത് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ്. എനിക്ക് കരിമ്പ്, ഷുഗർ കെയിൻ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ
തിന്നാൻ പ്രയാസ. കൊച്ചിലെയൊക്കെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ സുലഭമാണ്. അന്നൊന്നും അങ്ങനെ കിട്ടത്തില്ല. പക്ഷെ ഞങ്ങളുടെ കുറച്ച് അപ്പുറത്ത് മാറി കൃഷിയുണ്ടായിരുന്നു. അക്കാലത്ത് ഞങ്ങളെ പിള്ളേരൊക്കെ പോയി കട്ട് തന്നെയൊക്കെ ചെയ്യുമായിരുന്നു. അത് വേറെ കാര്യം. രക്ഷിക്കപ്പെട്ടതൊന്നും അല്ലായിരുന്നു അന്ന് കേട്ടോ. അതുകൊണ്ടാണ്. കൊച്ചു പിള്ളേരുവാ. പിന്നെ അവർ കരിമ്പ് വെട്ടുന്ന സമയത്ത് അതിൻ്റെ മണ്ട ഓടിച്ചുകൊണ്ട് വന്ന് വെച്ചാൽ മതി, കിളിർക്കും, പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ കരിമ്പ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് മണ്ടയൊക്കെ അത് കൊണ്ടുവന്ന് വെച്ചു. വലിയ കാര്യത്തിൽ അത് കിളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. കിണറിൻ്റെ അടുത്ത് തന്നെ വെള്ളമൊക്കെ ശരിക്ക് കിട്ടത്തക്കതുപോലെ 2-3 വെച്ച് അത് കിളിർത്ത് ഒരു കുറച്ച് ഒന്ന് വളർന്നു. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി സൺഡേ സ്കൂളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ സാധനം കാണാനില്ല. ഞാൻ ബൈബിൾ പോലും വീട്ടിൽ വെക്കുന്നതിന് മുമ്പ് ആദ്യം പോയി നോക്കിയത് കരിമ്പ. അപ്പോഴേ അങ്ങനെയായിരുന്നു എന്നും. ഞാൻ കരഞ്ഞോണ്ട് അമ്മച്ചോട് ചോദിച്ചു, പറഞ്ഞു, മോനെ അത് അബദ്ധം പറ്റിയടാ, അപ്പച്ചൻ പശുവിനെ കൊണ്ടുപോയ വഴിക്ക് അപ്പച്ചൻ ശ്രദ്ധിച്ചില്ല, പശു അത് തിന്നെന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ മുമ്പിൽ നിന്ന് ഞാനൊന്നും പറയത്തില്ല. പക്ഷെ എനിക്ക് ദേഷ്യം സഹിക്ക വയ്യാതെ വീട്ടിൽ നിന്ന് വെട്ടുകത്തി എടുത്തോണ്ട് പോയിട്ട് ഇങ്ങനെ അപ്പച്ചൻ വാഴ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചല്ലേ, 2 കൈയും കൂടെ പിടിച്ച് വെട്ടി ഒത്തിരി വെട്ടിയിട്ടാ ഒരു വാഴ വീണത്. ആദ്യമായിട്ട് അപ്പച്ചൻ എന്നെ അടിക്കാൻ ഓടിച്ചു. അപ്പച്ചൻ അത് ഭയങ്കര വിഷമായി. അമ്മച്ചിയോട് പറഞ്ഞു, അവനൊരു വാഴ വെട്ടിയതല്ല എനിക്ക് വിഷയം, അവൻ ആ വാഴ വെട്ടിയത് എന്നെ വെട്ടുന്നതിന് തുല്യ. എന്നെ വെട്ടാൻ കിട്ടാഞ്ഞതിനാണ് ആ വാഴ എന്നോടുള്ള ദേഷ്യത്തിന് അവൻ വെട്ടിയതാ. ഇപ്പോഴും ചിലപ്പോഴൊക്കെ അപ്പച്ചൻ്റെ ആ മുഖവും അപ്പച്ചൻ്റെ ആ വാക്കുകളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ എക്കോ ചെയ്യാറുണ്ട്, പ്രതിധ്വനിക്കാറുണ്ട്. എൻ്റെ കൊച്ചു പ്രായത്തിലാണ്. അങ്ങനൊന്നും അറിഞ്ഞോണ്ടോ ഒന്നും ചിന്തിച്ചുകൊണ്ട് ചെയ്തതല്ല. അന്നേരത്തെ ആ ദേഷ്യത്തിൽ ഞാനങ്ങ് ചെയ്തതാ. ദേഷ്യത്തിൽ എന്നതിനേക്കാൾ വിഷമത്തിൽ ഞാൻ ചെയ്തതാ. പിന്നെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പല ഭവനങ്ങളിലും ഈ കാര്യം കണ്ടിട്ടുള്ളത്. ഭർത്താവിനോടോ അപ്പനോടോ ഉള്ള ദേഷ്യം തീർക്കുന്നത് മറ്റു പലതിലുമാണ്. മൊബൈൽ ഒരിഞ്ഞൊരിഞ്ഞ് പൊട്ടിക്കുന്നവർ, പാത്രം താഴെയിട്ട് പൊട്ടിക്കുന്നവർ, ഭാര്യമാരാണെങ്കിൽ അന്നുണ്ടാക്കുന്ന കറി മുളകോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കൂടുതലിട്ട് കൂട്ടാനൊക്കാത്ത പരുവത്തിലാക്കുന്നവർ. ആ കൂട്ടത്തിലെ ഞാൻ പറഞ്ഞത് പശുവിനെ, ആടിനെ, പട്ടിയെ ഒക്കെ തല്ലുന്നവര്, പിള്ളാരെ തല്ലുന്നവര്. ഭർത്താവിനുള്ള ദേഷ്യമാണ്. അരുത്. ഇത് കയീന്റെ ആത്മാവും യോനായുടെ ആത്മാവുമാണ്. അല്പം പ്രായോഗികമായ ഒരു സംഗതി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ, സ്വഭാവത്തിലുണ്ടെങ്കിൽ, ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. ചിലപ്പോൾ സ്വന്തം ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ വീട്ടുകാർക്കോ അറിയാമായിരിക്കും, ചിലപ്പോൾ ആർക്കും അറിയത്തില്ലായിരിക്കും. എങ്കിലും അത് വിട്ടുകളക. തീർച്ചയായും അത് സാത്താന്യമാ. ഇത് പിന്നല്ലാതെ മാനുഷികം പോലും അല്ല. ഇറ്റ് ഈസ് സൈറ്റനിക്. ദൈവത്തോട് ഇങ്ങനെ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇത് തന്നെ കയീനും പറഞ്ഞത്. മറുചോദ്യം, ഞാൻ എൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ അനുജന്റെ കാവൽക്കാരനാണോ? ദൈവത്തോടാ ചോദിക്കുന്നത്. അവൻ്റെ അപ്പൻ ദൈവത്തോട് പാപം ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചില്ല. കയ്യിൻ്റെ അപ്പനെ ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വിറച്ചോണ്ട് അവിടെ ഇരുന്ന് മറുപടി പറഞ്ഞേ ഉള്ളൂ,
വിളിച്ചപ്പം വിറച്ചു വിറച്ചു വന്നതേ ഉള്ളൂ. പക്ഷെ മകൻ വന്നപ്പോ കണ്ടോ, കയീന്റേതിലും വലിയ അപരാധമാണ് ആര് ചെയ്തത്? യോന. അപ്പൊ ദൈവം ആവർത്തിച്ചവനോട് ചോദിച്ചതാ, 4-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും ഒക്കെ, നീ കോപിക്കുന്നത് വിഹിതമോ? അവൻ പറയുകയാണ്, സ്തോത്രം, എന്താ? മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. പാപബോധം വരാത്തത് കണ്ടോ? അൺറിപ്പന്റന്റ് മൈൻഡ്, stubbornness, rebelliousness. ഇത് ഭയങ്കരമാ. ഹൃദയകാഠിന്യം, ശാഠ്യം, മത്സരം, ദൈവത്തോട് തറുതല പറയുന്നു. ആരോടാ സംസാരിക്കുന്നത്? സ്തോത്രം. അപ്പനെന്നും അമ്മയെന്നും നിലയിൽ നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് മറുത്തു പറയുകയോ ശബ്ദമുയർത്തുകയോ വല്ലതും ചെയ്താൽ നമുക്കതെന്ത് വിഷമാവും? ഒരു അധ്യാപകനോട്, ഒരു ടീച്ചറിനോട്, ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ്, ഒരു പാസ്റ്ററിനോട്, അതും ആ ചർച്ചിലെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി മത്സരിച്ചു പറഞ്ഞാൽ എന്തൊരു മുറിവായിരിക്കും. ഇത് സാത്താൻ പോലും ദൈവത്തോട് മറുത്തു പറയാതിരിക്കുമ്പോഴാണ് വെറും മനുഷ്യൻ ഇങ്ങനെ ദൈവത്തോട് കോപിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, അവൻ മാനസാന്തരപ്പെട്ടതായി തെളിവില്ലാത്തത് കൊണ്ട് അവൻ മാനസാന്തരപ്പെട്ടില്ല എന്നത് തെളിവായി നമുക്ക് സ്വീകരിക്കാം. അവൻ മാനസാന്തരപ്പെട്ടതിനെ കുറിച്ച് എവിടെയെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. സ്തോത്രം. അപ്പം ദൈവം ഒരുവനെ വിളിച്ചാൽ, എന്തിനാണോ ദൈവം അവനെ വിളിക്കുന്നത് അത് അവനെ കൊണ്ട് ചെയ്യിക്കാനും ദൈവത്തിന് അധികാരമുണ്ട്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞെങ്കിലും അല്പം കൂടെ നല്ലൊരു തെളിവ്. ഇന്നലത്തെ ഒരു ചോദ്യം ഇതായിരുന്നല്ലോ, ജീവിച്ചിരിക്കുന്നവർ ദൈവത്തിൻ്റെ കൃപയുടെ ആ സംരക്ഷണ വലയം ഭേദിച്ചവർ കാണുമോ? അല്ലെങ്കിൽ അങ്ങനെ ദൈവകൃപയുടെ സംരക്ഷണത്തിന് പുറത്തു പോയിട്ട് ജീവിച്ചിരിക്കാൻ പറ്റുമോ? പറ്റും. ഇന്നലെ നമ്മൾ അതിന് തെളിവുകൾ കണ്ടു. അതിന് മറ്റൊരു നല്ല തെളിവാണ് ഇസ്രായേലിൻ്റെ പുറപ്പാട് സമയത്തെ ഫറവോൻ. പത്ത് ബാധകളിൽ ആദ്യത്തെ ചിലതിൽ അവൻ്റെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തിയില്ല. പക്ഷേ അവൻ തന്നെ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. യഹോവ ആരാണെന്നൊക്കെ കയറി ചോദിച്ചു. അതുപോട്ട് അവൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷെ യോന അങ്ങനെയല്ല. യഹോവ ആരെന്ന് ചോദിച്ചിടത്ത് യഹോവ ആരെന്ന് മോശയുടെ വാക്കുകളിലും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്തി. എന്നിട്ടും
അവൻ പറഞ്ഞതുപോലെ പോലും ചെയ്യാതിരുന്നപ്പോൾ ആ ഗ്രേസ് പീരീഡ് കഴിഞ്ഞു. പിന്നെ ദൈവം പറയുക, ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. സ്തോത്രം. അപ്പോൾ അത് സംഭവിക്കുന്നത് ദൈവകൃപയുടെ പരിരക്ഷയ്ക്ക് പുറത്തു പോയ ശേഷമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് 1 യോഹന്നാൻ 5:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതും പഠിച്ചിട്ടുള്ളതും. സ്തോത്രം. അവർ മരണത്തിലേക്ക് കടന്നിരിക്കുക. അവർ മരണത്തിലാണ് വസിക്കുന്നത്. അവരിൽ മരണം വാഴുന്നു. അവരിൽ മരണം വാഴുന്നു. സ്തോത്രം. ആ ഒരവസ്ഥയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, മിനിയാന്നല്ല, അതിനങ്ങേ ഞായറാഴ്ച, ഒരു ദൈവിക നിയോഗം അനുസരിച്ച് ഞങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ച് ആട്ടിൻകൂട്ടം, ലിറ്റിൽ ഫ്ലോക്ക്, ഞങ്ങൾ ചിന്തിച്ചത് ക്രിസ്തുവിൽ നാം വസിക്കണം. കർത്താവ് പറഞ്ഞു യോഹന്നാൻ 15 എന്നിൽ വസിപ്പീൻ എന്നുള്ള നില. നാം ക്രിസ്തുവിലും, ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മിലും വസിക്കുന്നില്ലെങ്കിൽ നെഗറ്റീവായി വസിക്കുന്ന 4 കാര്യങ്ങളെപ്പറ്റി ഞങ്ങളന്ന് പഠിച്ചു. അതിലൊന്ന് 1 യോഹന്നാൻ 3:14, 1 John 3:14. 1 യോഹന്നാൻ 3:14. നാം മരണം വിട്ട് ജീവനിൽ കിടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കും. മരണത്തിൽ വസിക്കുന്നു. അവർ ജീവിച്ചിരിക്കുക, പക്ഷെ മരണത്തിലാണവർ. അതുപോലെ യോഹന്നാൻ 3:36 വാക്യവും കൂടെ, John 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. കണ്ടോ? ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നു. നാം ഒരിക്കൽ ദൈവക്രോധ പാത്രങ്ങളായിരുന്നു. പക്ഷേ ദൈവം നമ്മെ അനുഗ്രഹിച്ച്, ദൈവം നമ്മോട് കനിഞ്ഞ് മാനസാന്തരപ്പെടാൻ, പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയാൻ, ഉപേക്ഷിക്കാൻ ഒക്കെ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് നാം 1 യോഹന്നാൻ 3 തുടക്കത്തിൽ വായിച്ചതുപോലെ മരണത്തിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് ജീവനിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് ഭാഗ്യം നൽകി. എന്നാൽ നാം ആരും ഇനി മരണത്തിൽ വസിക്കരുത്, മരണം നമ്മിലും. നാം ദൈവത്തിൻ്റെ ക്രോധത്തിലും ക്രോധം നമ്മിലും വസിക്കരുത്. സ്തോത്രം. അപ്പോ ദൈവത്തിൻ്റെ വിളി ഇറസിസ്റ്റബിൾ, പ്രതിരോധിക്കാൻ, വിളിച്ചാൽ ഒക്കത്തില്ലെന്ന് പറയാൻ സാധിക്കാത്തതാണ് എന്നതിൻ്റെ 2 വശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആ വിളിക്ക് വിധേയപ്പെട്ടാൽ ദൈവം നമ്മെ വിളിക്കുന്ന ദൗത്യം നിർവഹിക്കും. മാത്രമല്ല, നാമും നശിച്ചു പോകാതെ ഇരിക്കും. എന്നാൽ രണ്ടാമത്തേതോ, ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിയെ നിരാകരിക്കാൻ ആർക്കും കഴിയുകയില്ല.
ദൈവം ദൈവമായതുകൊണ്ട് നാം എത്ര മസിൽ പിടിച്ചാലും നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യിക്കും. പക്ഷേ നാമോ നശിച്ചു പോകാം. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം, ദൈവം നമ്മെ ഉപയോഗിക്കുന്നു എന്നതിൽ പ്രശംസിക്കാൻ, കോളറ് പിടിക്കാൻ ഒന്നുമില്ല എന്ന്. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. 5 കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. We have nothing to boast, even if the Lord uses you and me for His glory and His purpose. Because we have seen 5 things. ഓർമ്മയുണ്ടോ? പക്ഷേ കടലാനയുടെ വയറ്റിൽ കിടന്ന് ആ സമയത്ത് യോന അനുദപിച്ചു എന്നവിടെ പറയുന്നു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? അതിനുശേഷമുള്ളതാണ് നമ്മളിപ്പം വായിച്ചത്. കടലാനയുടെ വയറ്റിൽ കിടന്ന് യോന അനുദപിച്ചു എന്ന് വെച്ചാൽ, ഞാൻ തർശീശിലേക്ക് പോകേണ്ടതല്ലായിരുന്നു, ഞാൻ നിനവയ്ക്ക് പോകേണ്ടതായിരുന്നു, തെറ്റുപറ്റി എന്ന നിലയിലാണ്. പക്ഷേ ആ അനുതാപം കൊണ്ടാണ് പിന്നെ പോയിട്ട് പരസ്യയോഗമൊക്കെ നടത്തിയത്. നിനവെ പട്ടണത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ന്യായവിധി വരുന്നു മനസാന്തരപ്പെടുക എന്ന് പ്രസംഗിച്ചത്. പക്ഷേ ആ പ്രസംഗം കഴിഞ്ഞിട്ട് ദൈവം അവരോട് കരുണ കാണിച്ചതാണ് ഇദ്ദേഹത്തിന് പിടിക്കാതെ പോയത്. അപ്പോഴാ പിന്നെ ദൈവത്തോട് കോപിച്ചതും. അപ്പോൾ ആ അനുതാപത്തിന് ശേഷമുള്ള മത്സരവും അനുതാപമില്ലായ്മയുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ അനുതാപം പ്രയോജനം ചെയ്യുന്നതല്ല. യോനയ്ക്ക് ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെട്ടു, അത് ദൈവം നിവർത്തിച്ചു. പക്ഷെ യോനയ്ക്ക് വ്യക്തിപരമായി ആ കടലാനയുടെ വയറ്റിലെ അനുതാപം പ്രയോജനപ്പെടുത്തിയില്ല അവനെന്ന് വേണം പറയാൻ. കാരണം ഇത് രണ്ടാമത്തെ, അതിനുശേഷമുള്ള സ്ഥിതിയാണ് നമ്മളിപ്പോൾ യോനയുടെ പുസ്തകത്തിൽ വായിച്ചത്. സ്തോത്രം. അപ്പം ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു എന്നതിൽ നമുക്ക് പ്രശംസിക്കാനില്ല എന്ന് പറഞ്ഞതിലെ 5 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പഴയതൊക്കെ ഒന്ന് പറയുന്നത് നല്ലതല്ലേ? 1, ജീവനില്ലാത്ത വസ്തുക്കളെ ദൈവം തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബൈബിളിലുള്ളതാ. നിർജീവ വസ്തുക്കളെ God can make use of non-living things for His glory, for His purpose. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി ദൈവത്തിന് നിർജീവ വസ്തുക്കളെ ഉപയോഗിക്കുവാൻ കഴിയും, ഉപയോഗിച്ചിട്ടുണ്ട്. തെളിവ് നമുക്ക് ധാരാളം ഉണ്ടല്ലോ. കാറ്റും കടലും ഉൾപ്പെടെ. കയറും പടകും ഉൾപ്പെടെ നിർജീവ വസ്തുക്കൾ. 2, ഓർമ്മ കരുതുന്നുണ്ടോ ആർക്കെങ്കിലും? ആത്മാവില്ലാത്ത ജീവികൾ, പ്രാണൻ മാത്രമുള്ള ആത്മാവില്ലാത്ത, എന്ന് വെച്ചാൽ മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. ഇപ്പൊ മനുഷ്യനല്ലാതെ ഇതര ജീവികളെ ദൈവം തന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. God has made use of living creatures without spirit.
ഇപ്പം അന്നമ്മയാൻറ്റി പറഞ്ഞ കടലാന തന്നെ ഒരു ഉദാഹരണം, ഒരു തെളിവ്. ദൈവം കൽപ്പിച്ചു, അതനുസരിച്ചു. യേശു കയറിയ കഴുത ഉൾപ്പെടെ. മൂന്നാമത്തേത്, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരെ ദൈവം തൻ്റെ ഉദ്ദേശ നിവർത്തിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അൺറീജനറേറ്റഡ് പീപ്പിൾ, പേഴ്സൺസ്, ആൻഡ് ഓൾസോ people and peoples were made use for God's glory and purpose. നെബൂഖദ്നേസർ ഉൾപ്പെടെയുള്ളവരെ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച്. ഏറ്റവും ഒടുവിൽ എൻ്റെ അഭിഷിക്തനായ കോരശെന്ന് ഇസ്രായേൽ മക്കൾക്ക് പ്രവാസത്തിൽ നിന്ന് വിമോചനം കൽപ്പിച്ച രാജാവിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, ദൈവമക്കളായി തീർന്നിട്ടില്ലാത്ത വ്യക്തികളെയോ കുടുംബങ്ങളെയോ സമൂഹങ്ങളെയോ ഒക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്തോത്രം. ഇന്നും ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ലോകത്ത്, നമ്മുടെ രാജ്യത്ത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ചില മനുഷ്യർ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത, ചിലപ്പം പൊളിറ്റീഷ്യൻസ് ആയിരിക്കും, പോലീസുകാരായിരിക്കും, വക്കീലന്മാരായിരിക്കും, ജഡ്ജിമാരായിരിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നാലാമത്, ദുരാത്മാക്കളെ, ഈവിൾ സ്പിരിറ്റ്സിനെ ദൈവം തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുമുണ്ട്. സ്തോത്രം. യെസ്. അഞ്ചാമത്തേതാണ്, ഈവൻ സൈറ്റൻ, സാത്താനെ പോലും ദൈവം തൻ്റെ ലക്ഷ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോഴും തമ്പുരാൻ സാത്താനെ നരകത്തിൽ തള്ളാതെ ഇട്ടിരിക്കുന്നത് ദൈവോദ്ദേശം നിവർത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ, നിർജീവ വസ്തുക്കൾ, ആത്മാവില്ലാത്ത ജീവികൾ, രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യർ, ദുരാത്മാക്കൾ, സാത്താനെ തന്നെയും ദൈവം തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് അവയ്ക്കൊക്കെ രക്ഷയുണ്ട് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ള ഉപയോഗങ്ങളെക്കാൾ നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ടവരായി സമർപ്പിതരായിരിക്കുന്നതാണ് ഏറെ അഭികാമ്യം. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. ഒന്നും ഇല്ല എങ്കിൽ വിളിയെ സംബന്ധിച്ച് ഒരു കാര്യവും കൂടെ പറയാനുണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞാണ് പിരിഞ്ഞത്. അതും കൂടെ വേഗത്തിൽ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കാം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. നാം ഓടിച്ചെന്ന് നോക്കാൻ പോകുന്നത് the purpose of this call. ഈ വിളി എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. the purpose, ഈ വിളിയുടെ ഉദ്ദേശം. സ്തോത്രം. ചിലത് ഓടിച്ചെന്ന് നോക്കാം. ഒരെണ്ണം നമ്മൾ ഇതിനോടകം കണ്ടു. ഏറ്റവും ഒന്നാമത്തേത് 1 കൊരിന്ത്യർ 1:9 1 Corinthians 1:9. അവന്റെ കൂട്ടായ്മയിലേക്ക്, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് പർപ്പസ്, ദ പ്രൈമറി പർപ്പസ് വി ഓൾറെഡി ഹാവ് സീൻ.
He called us to the fellowship of his Son, fellowship with God. രണ്ടാമത്തേത്, സ്തോത്രം, നമ്മൾ അതും കണ്ടതാണ്, എ കോൾ അൺടു ഹിംസെൽഫ്, കർത്താവിങ്കലേക്കുള്ള വിളിയ. സ്തോത്രം, കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ്. കർത്താവിങ്കലേക്കുള്ള വിളി, അല്ലെങ്കിൽ കർത്താവിനായിട്ട് തന്നെയുള്ള വിളി. ടു ബി ഓൺഡ് ബൈ ഗാഡ്. സ്തോത്രം, ദൈവത്തിൻ്റെ വകയായിരിക്കാൻ, ദൈവത്തിൻ്റെത് മാത്രമായിരിക്കാൻ ഉള്ള വിളി. മത്തായി 11:28 നിന്നും നമ്മൾ കണ്ടതാണത്. എങ്കലേക്ക് വരുവീൻ, എങ്കലേക്ക് വരുവീൻ. സ്തോത്രം. സ്തോത്രം. ഒരു ചോദ്യം, എന്തിയേ, ദുരാത്മാക്കൾ എന്ന് പറയുന്നത് എന്താണെന്നോ? ദുരാത്മാക്കൾ അത് എനിക്ക് ചോദിക്കാൻ നെറ്റ് കിട്ടിയില്ല, അതാ ഞാൻ മെസ്സേജ് ഇട്ടത്. എന്താ മോളെ? അത് ചോദിക്കാൻ, അത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പൊ ചോദിക്കുന്ന സമയത്ത് പറ്റിയില്ല, അതാ ഞാൻ മെസ്സേജ് ഇട്ടത്. ഓക്കെ, ദുരാത്മാക്കൾ എന്നതാണോ ഉദ്ദേശിച്ചേ? അതെ അതെ. ഓക്കെ, ദുരാത്മാക്കൾ എന്ന് പറയുന്നത് സാത്താന്യ ദൂതന്മാർ. സാത്താൻ, ഒറ്റ സാത്താനേ ഉള്ളൂ. ഓൺലി വൺ ഡെവിൾ, സോ മെനി ഡീമൻസ്. ഒത്തിരി ദുരാത്മാക്കളുണ്ട്. ഈ ദുരാത്മാക്കളൊന്നും സാത്താനല്ല. അതായത് നമ്മൾ തിരുവെഴുത്തിലും കാണുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, സുവിശേഷ ഗ്രന്ഥങ്ങളിൽ, ദുരാത്മബാധിതരിൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുപോയി. അതൊന്നും സാത്താനല്ല. സാത്താൻ അങ്ങനെ പ്രത്യേകിച്ച് ആരിലും കുടിയേറാറില്ല. അതിന് കാരണം അവൻ ഒറ്റ ഒരാളെ ഉള്ളൂ, അവൻ സർവവ്യാപി അല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അവൻ കുടി കൊണ്ടാൽ അവന് വേറെ എങ്ങും പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ പിശാച് ആരിലും അങ്ങനെ കയറിക്കൂടുന്നില്ല. പിശാചി ബാധിച്ചവരെ ഒക്കെയും എന്ന് തിരുവെഴുത്തിൽ കാണുന്നത് ഈ ദുരാത്മാക്കൾ എന്ന അർത്ഥത്തിലാണ്. യാക്കോബും പറയുന്നുണ്ട്, പിശാചുക്കളും, ഡീമൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ദുരാത്മാക്കളെ. അപ്പോൾ ഈ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് സാത്താനെ അനുസരിക്കുന്ന സാത്താന്യ ദൂതന്മാരാണ്. ഈ ദുരാത്മാക്കളെല്ലാം പ്രാദേശികമായിട്ടുള്ളവരായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം പോലെ നമ്മൾ കണ്ടിട്ടില്ലേ, നന്ദി വീണ്ടും വരിക, ഗ്രാമപഞ്ചായത്ത്, ഇന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ തുടക്കം. അപ്പൊ ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് നമുക്ക് നന്ദി പറഞ്ഞ് വീണ്ടും വരാൻ പറയുമ്പോൾ തൊട്ടടുത്തടുത്ത് നമ്മൾ കാണുന്നു സ്വാഗതം ഇന്ന സ്ഥലത്തേക്ക്. പോലീസുകാരും നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കേസ്, ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നാൽ ബൗണ്ടറി സ്ഥലങ്ങളിലാണെങ്കിൽ ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികൾ തമ്മിൽ ഭയങ്കര മത്സരം. ഞങ്ങളുടെയല്ല നിങ്ങളുടെയാ, നിങ്ങളുടെയല്ല ഞങ്ങളുടെയാ. കണ്ടിട്ടില്ലേ, മിക്ക ബൗണ്ടറികളിലും റോഡും ഒന്നും പണി നടക്കത്തില്ല. കാരണം നിങ്ങളുടെയാ ഞങ്ങളുടെയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കും. ഇതുപോലെ
MLA-ക്കും MP-ക്കും പഞ്ചായത്ത് മെമ്പറിനും പ്രസിഡന്റിനുമൊക്കെ ഈ പ്രവർത്തനത്തിന് പരിധികളുള്ളതുപോലെ ഈ ദുരാത്മാക്കളും പ്രാദേശികമായിട്ട് ഉള്ളവരാണ്. അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന മേഖലകളുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ മേൽ അധികാരമുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ ദുരാത്മാക്കളുണ്ട്. ജോലിയുടെ, രോഗത്തിൻ്റെ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇതെല്ലാം സാത്താന്യ ദൂതന്മാരാണ്. അവർക്ക് സാത്താനോളം ശക്തിയില്ല. അവർ പരിമിതരാണ്. സമയം എന്നല്ല, സ്ഥലം കൊണ്ട്. സാത്താൻ അങ്ങനെ പരിമിതപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ദുരാത്മാക്കൾ എന്നൊക്കെ പറയുന്നത് അത് സ്ഥലം കൊണ്ട് പരിമിതരാ. അവയുടെ ഓരോ ഏരിയാസ് ഉണ്ട്, അവിടങ്ങളിലെ അവയെ കാണും. അപ്പുറത്ത് അടുത്തയാളാണ് അതിന് അധികാരം. അതുകൊണ്ടാണ് നമ്മൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ കാണുന്നത്, പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു എന്നോട് എതിർത്ത് നിന്നു എന്ന്. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു, ദേശാധിപ ശക്തികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വിധം അതാണ്. ഓരോ രാജ്യത്തിൻ്റെ മേലും ഓരോ ഗവൺമെൻറ്റിൻ്റെ മേലുമൊക്കെ സ്വാധീനം ചെലുത്തുന്ന പൈശാചിക ശക്തികളുണ്ട്. അതെല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അവയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. അവ സർവ്വവ്യാപികളല്ല, പക്ഷെ പ്രാദേശികമായി ഓരോരോ സ്ഥലത്ത് പലതിനും വേണ്ടി ആക്കി വയ്ക്കപ്പെട്ട ധാരാളം ദുരാത്മാക്കളുണ്ട്. അവയാണ് ദുരാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. അവയാണ് ആൾക്കാരുടെ ശരീരത്തെ കുടിയേറുന്നത്, പൊസസ്ഡ് ആകുന്നത്, സാത്താനല്ല. അപ്പം ഇതാണ് ദുരാത്മാക്കൾ. ഇവ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ട്. അവയിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. അപ്പം സാത്താനെ അനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആത്മാക്കളെ, സാത്താന്യ ദൂതന്മാരെയാണ് ഈ ദുരാത്മാക്കളെന്ന് വിളിക്കുന്നത്. മനസ്സിലായോ മോളെ അന്ന? മനസ്സിലായി പാസ്റ്റർ, താങ്ക് യു. ഓക്കെ മോളെ, സ്തോത്രം. അത് ഞാനും കേട്ടതാണ്. ഒരു പ്രസംഗകൻ പറയുന്നത് നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ട് കാണും. ഒരു ഗൾഫിൽ വെച്ചെങ്ങാണ്ട് ഒരു ദുരാത്മാവിനെ ഇറക്കി വിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അത് കേരളത്തിലെ ഭൂതമായിരുന്നു. അതൊരിക്കലും അത് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെ കുറച്ച് കളയുന്ന ഒരു പരിപാടിയാണ്. ഏത് സാത്താന്യ ശക്തികളുടെയും തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ടുപോലും അവയുടെ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലത്തിൽ നിന്നായാലും കർത്താവിൻ്റെ നാമത്തിൽ പുറപ്പെട്ടു പോകാത്തതൊന്നുമില്ല. അതിന് സ്ഥലം ഒരു വിഷയമല്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്ഥലം ഒരു വിഷയമല്ല. അതുകൊണ്ട് ആ പ്രസംഗകൻ്റെ അനുഭവമെന്നും പറഞ്ഞാണ് പറയുന്നത്. അത് വേദപുസ്തകത്തോട് യോജിക്കുന്ന കാര്യമല്ല. എവിടെയെല്ലാം നിന്നുള്ള ഭൂതങ്ങൾ എവിടെയെല്ലാം വെച്ച് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അത് കേറിയിടത്തെ ഇറങ്ങത്തുള്ളെന്ന് പറഞ്ഞാൽ ഭൂതം ജയിക്കുക ആ വ്യക്തി അല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോഴും പരാജയപ്പെടുക. അത് വചനവിരുദ്ധമായ കാര്യമാണ്, വചനാനുസൃതം അല്ല. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, ഖണ്ഡിക്കാൻ ഒക്കത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാലും അനുഭവമായിരിക്കാം, പക്ഷെ അത് ദൈവികമല്ല, വചനപ്രകാരമല്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള സംഗതിയാണ്. അതുപോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ ആ പ്രസംഗകൻ പടച്ചു വിടാറുണ്ട്.
ദൈവവചനവുമായിട്ടൊരു ബന്ധവുമില്ലാത്തത്. പണ്ട് സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ച് ഹെലികോപ്റ്ററൊക്കെ പറന്നപ്പോൾ വെളിപ്പാട് 5-ാം അധ്യായത്തിൽ വെട്ടുക്കിളിയാണെന്നും ഒക്കെ പഠിപ്പിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. വചന വിരുദ്ധമായിട്ടുള്ളതാണ് പലതും. സ്തോത്രം. നോ നോ നോ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചത്, ഇത്രയുമുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങൾ? ശരി, ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ഉപസംഹരിക്കാം. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം. ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി. 2, വെറും കൂട്ടായ്മ മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ. എ കോൾ അൺടു ഹിംസെൽഫ്, ടു ബി ഗോഡ്സ് ഓൺ പൊസഷൻ, ഗോഡ്സ് ഓൺ ട്രഷർ. ദൈവത്തിൻ്റെ നിക്ഷേപമായി, ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കേണ്ടതിന് അവിടുന്ന് നമ്മെ വിളിച്ചു. സ്തോത്രം. നമ്മൾ ആ കാര്യവും നേരത്തെ കണ്ടതാണ്. സ്തോത്രം. 3, 1 തെസ്സലോനിക്കർ 4:7. സ്തോത്രം. സ്തോത്രം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. സ്തോത്രം. Called us for or unto or for holiness. അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ നമ്മെ വിളിച്ചത്. സ്തോത്രം. എന്ന് വെച്ചാൽ വിശുദ്ധീകരണത്തിന്. നാം വിശുദ്ധരായതുകൊണ്ടല്ല നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ച് ആദ്യം ശുദ്ധീകരിച്ചു, എന്നിട്ട് നമ്മെ വിശുദ്ധരാകാനായിട്ട് വിളിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നു. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ നിന്നൊക്കെ ഈ പഠനത്തോടനുബന്ധിച്ചും വായിച്ചതാണ്. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും, മലയാളത്തിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമെന്ന് നമ്മളതിന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി. വിശുദ്ധന്മാരാകുവാൻ അഥവാ വിശുദ്ധീകരിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവർ. കോൾഡ് ടു ബി ഹോലി. അപ്പോൾ വിശുദ്ധീകരണത്തിനാണ് നമ്മെ വിളിച്ചത്. സ്തോത്രം. അശുദ്ധിക്കല്ല. വിളിക്കപ്പെട്ടവർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെന്ന് പറയുമ്പോൾ നാം ഓർക്കണം, നാം വിശുദ്ധന്മാരാകേണ്ടതിന് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവയിൽ നിന്നും വേർപാടനുഷ്ഠിക്കണം. വിശുദ്ധിയോടെ കർത്താവിനെ നമുക്ക് സേവിക്കണം. സ്തോത്രം. 4-ാമത്തേത്. സ്തോത്രം. അതെ, 2 തെസ്സലോനിക്കർ 2:14. 2 Thessalonians 2:14. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. അതും നമ്മൾ വിശദീകരിച്ചതാണല്ലോ. 5, 1 പത്രോസ് 5:10. 1 Peter 5:10. നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചു. നിത്യ തേജസ്സിന്, ദൈവത്തിന്റെ നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവർ. സ്തോത്രം. ഫോർ ഇറ്റേണൽ
glory. 2 പത്രോസ് 1:3, 2 Peter 1:3. അടുത്തത് തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കും. for glory and virtue. For glory and virtue. സ്തോത്രം. വീര്യത്താലും മഹത്വത്താലും. സ്തോത്രം. മഹത്വം നമ്മൾ നേരത്തെ തന്നെ കണ്ടു. വീര്യം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് വെർച്യൂസ്, സദ്ഗുണങ്ങൾ, സൽസ്വഭാവങ്ങൾ. സ്തോത്രം. അതിനുവേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. എക്സലൻസ്. യെസ്, ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്ക് കഴിഞ്ഞ കുറേയേറെ ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണത്. സ്തോത്രം. വെർച്യൂസ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് അർത്ഥം വരുന്നത് എക്സലൻസ് എന്നാണ്. സ്തോത്രം. ഒന്നും കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. ഗലേഷ്യൻസ് 5:13, ഗലാത്യർ 5:13 വാക്യം. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കും. ഫോർ ഫ്രീഡം. ഫ്രീഡം എന്തല്ലെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്തല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദുഷ്ടതയ്ക്ക് പറയാൻ മനസ്സിൽ വരുന്നതെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഈ സ്വാതന്ത്ര്യം. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏതാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? The utmost freedom we received. The freedom to approach the unapproachable God. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ഏറ്റവും ആദ്യം സിദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യമാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതിനുള്ള സ്വാതന്ത്ര്യം. നമുക്കതിനാണ് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നത്. സ്തോത്രം. ഒന്നും കൂടെ നമുക്ക് നിർത്താം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 1 Corinthians 7:15. എന്നാൽ സമാധാന അത് തന്നെ. 7:15. അത് തന്നെ. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. Called to live in peace. നമുക്കറിയാം 1 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അവിടെ സമാധാനം എന്ന് പറയുന്നത് ബന്ധത്തിലെ സമാധാനം. ധാരാളം കുടുംബങ്ങൾ ഒരുമിച്ചൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ ഹൃദയത്തിലും സമാധാനമില്ല, ബന്ധത്തിലും സമാധാനമില്ല. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കാനാണ്. അവിടുത്തെ വിഷയത്തോടനുബന്ധിച്ച് കുടുംബകലഹത്തിനും വിവാഹമോചനത്തിനും ഒന്നിനുമല്ല. അതും ഇതും പറഞ്ഞ് എന്നും ചെറപറ പറഞ്ഞ് ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിനല്ല ദൈവം നമ്മെ വിളിച്ചത്. സമാധാനത്തിൽ ജീവിക്കാനാണ്. സ്തോത്രം. ഇപ്പോൾ ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പല ഉദ്ദേശങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിനെല്ലാം ആധാരം എബ്രായ ലേഖകൻ പറയുന്നു, സ്വർഗീയമായ വിളി, സ്വർഗീയ വിളി. സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്ക്
പ്രായശ്ചിത്തമായും പരിഹാരമായും തന്നെത്താൻ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനോട് അനുരൂപപ്പെട്ട് അവനോട് കൂടെ വസിക്കുവാൻ ആത്യന്തികമായും ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിൽ മരിച്ച, ഉയർത്തെഴുന്നേറ്റ, ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുവാൻ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് ആത്മനിറവോടെ ക്രിസ്തുവിൻ്റെ വരവിൻ പ്രത്യാശയാൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ സ്വർഗീയ വിളിക്ക് നാം മോഹരിക്കാരാണ്. കർത്താവിനോട് കൂടെയുള്ള നിത്യതയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ബാക്കി നമുക്ക് നാളെ 8 മണി മുതൽ പഠിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.